അസ്സലാമലൈക്കും. ഇന്ന് ഐഷുമോൾക്ക് ബിരിയാണി വേണം. രാവിലെ തന്നെ ഒരേ കരച്ചിൽ. ബിരിയാണി വേണം, ഐഷുമോൾക്ക് ബിരിയാണി വേണം. തരാട്ടാ, ഉണ്ടാക്കി തരാട്ടാ. അപ്പോൾ ബിരിയാണിക്കുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ സവോള വഴറ്റി അതിൽ ഇഞ്ചിയും പച്ചമുളകൊക്കെ വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇടണം. ഒന്ന് വഴന്ന് വന്നിട്ട് നന്നായി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഇടണ്ടേ? മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെന്താണ് മുളക് പൊടി നല്ല മൂത്ത ശേഷം നമുക്ക് ഗരം മസാല പൊടി ഇടാം. ശരി. ഗരം മസാല പൊടി നമുക്കതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. വഴന്ന് വന്ന ശേഷം നന്നായി വഴണ്ട് കേട്ടോ. അങ്ങനെ വഴറ്റിയിട്ട് നമുക്ക് അത് കരിയുടെ മുമ്പിട്ട് നമുക്ക് കുറച്ച് തക്കാളി അങ്ങോട്ട് കൊട്ടാം. തക്കാളി പീസായി അരിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് തക്കാളി കൊട്ടാം. എന്നിട്ട് തക്കാളി ഒന്നിങ്ങനെ നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുമോ കുട്ടി? നോക്കാം. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ടിട്ട് ഉമ്മാക്കും കൊടുക്കാം കേട്ടോ. നമുക്ക് ചിക്കൻ അപ്പത്തിനില്ലേ നന്നായി ഫ്രീസായിട്ടുണ്ട് ചിക്കന്. അതൊന്ന് നന്നായി ഇതായിട്ട് ചിക്കൻ ഇതിൽ നന്നായിട്ട് വഴന്ന് വരട്ടെ കേട്ടോ. ചിക്കന് വേവണ്ടേ? അപ്പോൾ മാമ ചിക്കന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കന് നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. കുട്ടിക്ക് രാവിലെ തൊട്ട് രാത്രി വരെ ചിക്കനും ബിരിയാണിയാണ് കേട്ടോ. ആകട്ടെ അല്ലേ. അപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അരി ഒരു പാത്രമാണെങ്കിൽ 2 പാത്രം വെള്ളം. 2 പാത്രത്തിൽ കുറച്ച് കമ്മിയാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അന്നേരം നമ്മൾ അരി കഴുകുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി വാഷ് ചെയ്തിട്ട് നല്ല വാഷ് ചെയ്യുക. നന്നായി വാഷ് ചെയ്ത് വെള്ളം ഒഴിച്ച ശേഷം നമുക്കിത് വാർക്കാൻ വെക്കുക. നമ്മളിത് ഒരു അരിപ്പയിൽ വാർത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മല്ലിയില പുതിന ഇലയൊക്കെ അരിഞ്ഞു വെക്കുക. അപ്പോൾ തന്നെ ഇതിൽ ഈ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ബിരിയാണീൻ്റെ വെള്ളം തിളച്ച ശേഷം നമ്മൾ അരി കൊട്ടുക. അരി അതിലിട്ട ശേഷം അരി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ അതിൽ തൊടാൻ പാടില്ല. തൊട്ടാലില്ലേ വീഡിയോ പോകും. അപ്പം നമുക്കിത് പിന്നെ ഇങ്ങനെ ഒന്ന് വെന്ത് വരട്ടെ. ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എങ്ങനെ ഇളക്കുക? ഇങ്ങനെ ഇളക്കിയിട്ട് നന്നായി ഇളക്കി കൊടുത്ത ശേഷം അപ്പത്തിന് അത് വെന്ത് വരുന്നുണ്ട് കേട്ടോ. നന്നായി വെന്ത് വരട്ടെ കേട്ടോ. വെന്ത ശേഷം നമ്മളിതിൽ നെയ്യും എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതിന് ശേഷം ബിരിയാണി വെന്ത ശേഷം നമ്മൾ ഇത്തിരി നെയ്യ് അതിന് മേലെ ഒഴിക്കുക, മല്ലിയില ഇടുക.